ഹലോ നമസ്കാരം. അച്ചൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മോർണിംഗ് വ്ളോഗാണ്. മോർണിംഗ് വ്ളോഗ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച എന്ന് പറയുന്ന ദിവസമാണല്ലോ നമുക്ക് ഏറ്റവും ഒന്ന് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റണത്. ഈ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരുടെ കാര്യമാണ് പറയണത്. ഒന്ന് റിലാക്സ് ചെയ്ത് ഒരു ബ്രേക്ക് കിട്ടണ ഒരു വീക്കെൻഡ് എന്ന് പറയുന്ന ദിവസം. അപ്പോൾ അന്ന് ചെയ്യാൻ കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ചല്ല, ഞാനൊക്കെ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെക്കും. കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചാലാണ് കുറച്ച് കാര്യങ്ങളെങ്കിലും നമ്മളുടെ നടക്കാറുള്ളൂ. അപ്പോൾ രാവിലെ തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എപ്പോഴും ഞാൻ സാറ്റർഡേ അതിരാവിലെ ചെയ്യാറില്ല. രാവിലത്തെ എങ്ങനെയായാലും എണീക്കുമ്പോൾ ലേറ്റ് ആവും. അപ്പോൾ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇറങ്ങുക. അതിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് നേരത്തെ തന്നെ ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ മുന്നേ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഞാൻ തക്കാളി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇവിടെ നമ്മളുടെ തക്കാളി പഴുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ആഴ്ച എന്തായാലും തക്കാളി വാങ്ങിക്കണ്ട, പച്ചക്കറി വാങ്ങിച്ചപ്പോൾ. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കടലക്കറി ഉണ്ടാക്കാൻ നോക്കിയപ്പോഴാണ് നമ്മളുടെ തക്കാളി ബോക്സ് കാലിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും തക്കാളി പൊട്ടിക്കണമല്ലോ. അപ്പോൾ 1-2 തക്കാളി പൊട്ടിക്കണം. അപ്പോൾ പിന്നെ എന്തായാലും നമ്മൾക്ക് ഈ മൊത്തം തക്കാളി പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ആ വീഡിയോ എന്തായാലും എടുക്കാം. പിള്ളേരാണെങ്കിൽ അവിടെ വെറുതെ ഇരിക്കുക, രാവിലെ ഉറങ്ങി എനിക്ക് വന്ന് വെറുതെ അവിടെ മൊബൈലും ടി വിയൊക്കെ നോക്കിയിരിക്കുക. അപ്പോൾ അവരെ പിടിച്ച് ഏൽപ്പിച്ച് അപ്പോൾ എന്തായാലും നമ്മളുടെ തക്കാളികളൊക്കെ ഹാർവെസ്റ്റ് ചെയ്തു. തക്കാളി ഒരു 4 തക്കാളി മാത്രം ഞാൻ ഈ തക്കാളിമ നിർത്തിയിട്ടുണ്ട്. കാരണം നാളെ ചേച്ചിയുടെ മോള് വരും, മോളുടെ കുട്ടി. അപ്പോൾ അവളുടെ ബർത്ത്ഡേ ആണ് അടുത്ത ആഴ്ച. അപ്പോൾ അവളുടെ ഫോട്ടോഷൂട്ടിനാണ് അവർ വരുന്നത്. നമ്മളുടെ അടുത്ത് കുറേ ചെടികളും പച്ചക്കറികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരുടെ അടുത്തൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാമെന്നൊക്കെ ഉള്ള ഇതിലാണ് അവർ വരുന്നത്. അപ്പോൾ തക്കാളി പൊട്ടിക്കണ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാമല്ലോ എന്ന് ഞാനങ്ങനെ ഓർത്തിട്ട് ഞാൻ ഒരു തക്കാളിമത്തെ മാത്രം ഒരു 3-4 തക്കാളി ഞാൻ അവിടെ നിർത്തിയിട്ടുണ്ട് അവൾക്ക് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും പോകുന്നതല്ലേ. അപ്പോൾ നമ്മളുടെ ഡ്രാഗൺ ഫ്രൂട്ടും ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഇങ്ങനെ പഴുത്ത് നിൽക്കണു. കുറച്ച് ദിവസമായി ഇങ്ങനെ നിൽക്കണു. കളർ മാറി ഇപ്പം നല്ല കളറായി. ഇപ്പം എന്തായാലും ഞാൻ വിചാരിച്ചു എന്തായാലും അതും കൂടെ പൊട്ടിക്കാന്ന് പെട്ടെന്ന്. കാരണം ഇത് ഇപ്പോൾ റെയറായിട്ടുണ്ടായതാണ്, ഒരെണ്ണം ആദ്യമായിട്ട് ഉണ്ടായിട്ടുള്ളൂ ഇപ്പോൾ ഈ സീസണിൽ നിന്ന്. അപ്പോൾ ഉറുമ്പ് പെട്ടെന്ന് കൊത്താനുള്ള ചാൻസ് ഉണ്ട്. കിളികളൊന്നും വന്ന് കൊത്തില്ല, പക്ഷെ ഉറുമ്പ് അങ്ങനെ ഓട്ട ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കഴിക്കാനായിട്ട് മടിയായിരിക്കും. പിന്നെ നമ്മളുടെ ഒരു പണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾക്ക് പൊതിച്ചോറ് കൊടുക്കുന്ന ദിവസമാണ്. പൊതിച്ചോറ് കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പള്ളിയിൽ നിന്ന് ഇങ്ങനെ വയ്യാത്ത ഒരു സ്ഥലത്തേക്ക് പൊതിച്ചോറ് കൊടുക്കണ ഒരു പരിപാടിയുണ്ട്. 500 പൊതിച്ചോറൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഇടവകയിൽ നിന്ന് ഇങ്ങനെ ഓരോ വീട്ടുകാർ എത്ര പൊതിച്ചോറ് വേണം, അപ്പോൾ നമ്മൾ അങ്ങനെ ഓരോന്ന് കൊടുക്കാറുണ്ട്. എല്ലാ സെക്കൻഡ് സാറ്റർഡേയാണ്. അപ്പോൾ അതിന് ഇലയിലാണ് നമ്മളിങ്ങനെ പൊതിഞ്ഞ് കൊടുക്കുക. അതിനുള്ള ഇല. അപ്പോൾ മറ്റേ കടലക്കറിയും ഒക്കെയാണ് നമ്മൾ കറി കൊടുത്തുവിടുക. അപ്പോൾ എന്തായാലും കടല പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണം. അപ്പോൾ അധികം നേരം ഞാനിവിടെ നിന്ന് കറങ്ങിയില്ല. കുറച്ച് മുളകും കാര്യങ്ങളൊക്കെ പൊട്ടിച്ച് എല്ലാം കഴിഞ്ഞ് വേഗം കയറി അകത്തേക്ക്. കാരണം അവർ 9 മണിയാകുമ്പോഴേക്കും പൊതിച്ചോറ് നമ്മൾ റെഡിയാക്കി കൊടുക്കണം. നമ്മളുടെ മില്ലിയും ചക്കിയൊക്കെ നമ്മളുടെ കൂടെ ഉണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, രാവിലെ പ്രത്യേകിച്ചും. അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള പാത്രത്തിൽ എന്തൊക്കെയോ കണ്ടു. അപ്പോൾ എന്തൊക്കെയോ തിന്നാൻ കൊണ്ടു കൊടുക്കുകയെന്ന് വെച്ചിട്ടാണ്. കോഴിക്കുഞ്ഞുങ്ങൾ അതേട്ടാ, അവർക്ക് എന്തൊക്കെയോ കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ അവർ നിൽക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ പൂരിയാണ്. പൂരി എന്ന് വേണമെങ്കിൽ പറയാം, ബട്ടൂര എന്ന് പറയാം, എന്ത് വേണമെങ്കിലും പറയാം. ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ഉണ്ടാക്കുക. കാരണം ഇല്ല കുറേ അധികം വെളിച്ചെണ്ണ ഒഴിക്കണമല്ലോ. പിശുക്കാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കട്ട് ചെയ്താക്കുമ്പോൾ ചെറിയ പീസുകളാക്കി. അപ്പോൾ അധികം വെളിച്ചെണ്ണ വേണ്ടല്ലോ. കാരണം ഈ വെളിച്ചെണ്ണ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വേസ്റ്റാണല്ലോ, എന്താ ചെയ്യുക. അപ്പോൾ അതൊക്കെ ചെയ്തു. അപ്പോൾ കടലക്കറി അപ്പോൾ അങ്ങനെ പൊതിച്ചോറൊക്കെ പൊതിഞ്ഞ് കഴിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. അമ്മ അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കടലക്കറിയിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഇതാക്കിയിട്ട് മറ്റേ പൂരിക്കുള്ള കറി പോലെ ആക്കും. അതാണിത് എൻ്റെ ഒരു ഐഡിയ. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മൾ കഴിച്ച് കഴിഞ്ഞു. അങ്ങനെ എല്ലാ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകി വെച്ചതിന് ശേഷമാണ് പുറത്തേക്ക് പിന്നെ ഇറങ്ങുന്നത്. അടുത്ത പണി, നമ്മളുടെ പ്ലാൻ ചെയ്ത പണി. അപ്പോൾ ഞാൻ നേരത്തെ ചട്ടികൾ കാണിച്ചില്ലേ, ഒരു 4-5 ചട്ടി അവിടെ നമ്മളുടെ പഴയ വഴുതനങ്ങ നട്ട ചട്ടികളായിരുന്നു. അപ്പോൾ ആ വഴുതനങ്ങ ഒരുവിധം പോയി, ഓൾമോസ്റ്റ് കഴിഞ്ഞു ഇതായിട്ടുണ്ട്. അപ്പോൾ ആ ചട്ടിയിൽ നമ്മൾക്ക് കുറച്ച് വെണ്ടയുടെ തൈ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ട് 3 ആഴ്ചയായി. സത്യത്തിൽ അത് അന്ന് കുഴിച്ചിട്ടിരുന്നെങ്കിൽ ഇപ്പോൾ വെണ്ടക്കായ പറിക്കേണ്ട സമയമായിട്ടുണ്ട്, മനസ്സിലായി. അപ്പോൾ അതങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോഴെങ്കിലും അത് നട്ടില്ല. കാരണം ഒരെണ്ണം ഓൾറെഡി അത് പോയിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ആ ഒരു ചെറിയൊരു ചകിരിച്ചോറിൻ്റെ ഒരു ഇതിലല്ല ഇരിക്കണത്. അപ്പോൾ അത് ഇങ്ങനെ ഇരുന്ന് വെള്ളം നനയ്ക്കണ്ടായിരുന്നു. പക്ഷേ അതിന് വളമൊന്നുമില്ല, അതാകെ ഒരു ഇതില്ലാതായി. അപ്പോൾ ഇന്ന് എന്തായാലും നടണമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നടണം. ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ ഒരു 3-4 നടാന്ന് വെച്ചു. കുറച്ച് ഗ്യാപ്പ് ഉണ്ട് അവിടെ. അപ്പോൾ അവിടെയാണെങ്കിൽ നിറയെ കല്ല്, മഴ പെയ്യുന്നതിനനുസരിച്ച് കല്ലുകൾ ഇങ്ങനെ കല്ലുകൾ പൊന്ത് വരല്ല, നമ്മളുടെ നല്ല നൈസ് മണ്ണുകളൊക്കെ ഒഴുകി അങ്ങനെ സ്ലോപ്പുള്ള സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കല്ലുകൾ നിറയെ ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ അത് എന്താ പറയുക, കൊത്തുമ്പോൾ കല്ലുകളുമ്മലാണ് കിട്ടണത്. അപ്പോൾ ആദ്യം അതൊന്ന് എന്താ പറയുക പൊല്ലമാന്തി വെച്ചിട്ട് അതൊന്ന് കളഞ്ഞ് പിന്നെ നമ്മൾ 3-4 കുഴിയൊക്കെ എടുത്തു. കാരണം കുഴി എടുക്കാതെ വെറുതെ ഒരു എന്താ പറയുക ഒരു ചെറിയൊരു ഹോളുണ്ടാക്കി നടാൻ പറ്റില്ല. കാരണം ഇവിടെ ഒട്ടും ഇളക്കില്ല മണ്ണിന്, അങ്ങനെ തറഞ്ഞിരിക്കുക. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഒരു എന്താ വലിയ കുഴിയൊക്കെ എടുത്ത് ചെറിയ വെണ്ടയ്ക്ക നടാൻ വേണ്ടിയിട്ട് ചെയ്യണത്. അപ്പോൾ ഈ ഇടുന്ന കമ്പോസ്റ്റ് ഉണ്ടല്ലോ, ഇത് ഞാൻ കാണിച്ചില്ല അല്ലേ, അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഇത് എങ്ങനെയാണ് എനിക്ക് കിട്ടിയ ഈ കമ്പോസ്റ്റ് എന്ന് അടുത്ത വീഡിയോയിൽ കാണിക്കുക. അത് ആ മുന്നേ കാണിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇത് കണ്ടപ്പോഴാണ് ഞാൻ ഓർക്കണം, അയ്യോ അത് ഞാൻ കാണിച്ചില്ലല്ലോ എന്ന്. അപ്പോൾ ഈ കമ്പോസ്റ്റും സൂപ്പർ കമ്പോസ്റ്റ് ആട്ടോ. ഈ കമ്പോസ്റ്റൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് നമ്മളുടെ വെണ്ടയ്ക്ക നടുകയാണ്. അപ്പോൾ ഒരു 10 എണ്ണത്തിൽ 9 എണ്ണമാണ് നമുക്ക് കിട്ടിയുള്ളൂ. ഒരെണ്ണം പോയി, ഒരെണ്ണം ഇങ്ങനെ പോകാറായ ഗതിയിലാണ് ഇരിക്കണത്. അപ്പോൾ നോക്കാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഇവിടെ താഴെ നട്ടു ഇതാണ്. പിന്നെ നമ്മൾക്കിനി നേരത്തെ പറഞ്ഞില്ലേ നമ്മളുടെ വഴുതനങ്ങയുടെ ആ ഒരു ചട്ടിയിൽ വേണം ഇനി നടാനായിട്ട്. വഴുതനങ്ങയുടെ ചട്ടി എന്ന് പറയുമ്പോൾ അതിൽ ഞാൻ പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഇനി അത് ട്രീറ്റ് ചെയ്യാനായിട്ട്, അതായത് കുമ്മായമൊക്കെ ഇട്ട് മണ്ണൊക്കെ പുറത്ത് തട്ടി എന്താ പറയുക എല്ലാ മിക്സും കാര്യങ്ങളൊക്കെ ഇട്ട് വരുമ്പോൾ ഒരു 15 ദിവസം മൂടിയൊക്കെ ഇട്ട് വരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും എൻ്റെ അപ്പോൾ പിന്നെ വെണ്ടയ്ക്ക ഒന്നും ചെയ്യേണ്ട വരില്ല, അതെടുത്ത് കളയേ വേണ്ട വെള്ളം ഇതാക്കിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ചെയ്യില്ല, വെറുതെ നമ്മളുടെ ചട്ടിയിലെ മണ്ണ് മാത്രം ഇങ്ങനെ ഇളക്കി അതിൽ നമ്മളുടെ ഈ ആ ഒരു കമ്പോസ്റ്റ് ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് വേര് പിടിച്ച് ഒന്ന് ഉഷാറായി വരുമ്പോൾ നമ്മൾക്ക് നമ്മളുടെ ഡോളോമൈറ്റോ അങ്ങനെ എന്തെങ്കിലും കലക്കി ഒഴിച്ച് ഒന്ന് ഫംഗസ് ബാധയൊക്കെ കളയാമെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ കൃഷി ഉണ്ടല്ലോ, ഈ കഴിഞ്ഞ ഇതിൽ ചെയ്തത് ഈ വെണ്ട കൃഷിയാണെങ്കിൽ ഇതൊക്കെ ചെയ്തതെന്ന് ഒരു കാര്യം പിടികിട്ടിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചട്ടിയിലോ ഗ്രോ ബാഗിലോ ഒക്കെ വെക്കുന്നേക്കാൾ ഏറ്റവും ബെറ്റർ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ് താഴെയാണ് മണ്ണിൽ. കാരണം നമ്മളിപ്പോൾ 1 ദിവസമോ 2 ദിവസമോ നനച്ചില്ലെങ്കിൽ കൂടെ അവർക്ക് അധികം എന്താ പറയുക എഫക്റ്റ് ചെയ്യില്ല. കുറച്ച് വളം നമ്മളുടെ കുറഞ്ഞു പോയി എന്ന് വെച്ചാലും അവരവിടെ നിന്ന് ഇവിടുന്നൊക്കെ വേരോടി അതൊക്കെ അങ്ങനെ കണ്ടുപിടിച്ചോളും. ഈ ചട്ടിയിലാണെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നനച്ചില്ലെങ്കിൽ ഒരു ദിവസം, ഇപ്പം നല്ല വെയിലുള്ള ദിവസമാണെങ്കിൽ ഒരു ദിവസം തന്നെ നനച്ചില്ലെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും അതിങ്ങനെ വാടി കുരഞ്ഞ് അതിൻ്റെ ഒരു എന്താ പറയുക ആരോഗ്യം ക്ഷയിച്ച പോലെയാവും. സ്ഥിരമായിട്ട് നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ വളങ്ങളൊക്കെ ആണെങ്കിലും ഇട്ട് കൊടുക്കണം. കാരണം നമ്മൾക്ക് ആ ഇട്ട് കൊടുക്കണ വളം മാത്രമല്ലേ അവർക്ക് കിട്ടുള്ളൂ. മറ്റേതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണിൽ നിന്ന് അവർക്ക് ഇഷ്ടം പോലെ വളവും കിട്ടും, എന്താ പറയുക രോഗങ്ങളും കിട്ടും. എന്നാലും അതും നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷേ അത്യാവശ്യം വേണ്ട സാധനം വളമാണല്ലോ, അപ്പോൾ അത് വളവും വെള്ളമാണല്ലോ. അപ്പോൾ അത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പരമാവധി ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇനി എല്ലാതും താഴെ തന്നെയാണ് നടുള്ളൂ. പക്ഷേ നമ്മൾ ഈ മൺചട്ടി എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം കൃഷിഭവനിൽ നിന്ന് കിട്ടിയ ഇതാളാണല്ലോ. അപ്പോൾ അതൊക്കെ പരമാവധി അതും നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. അവർ നമുക്ക് തന്നതാണല്ലോ, നമ്മളത് എന്താ പറയുക ഉപയോഗിക്കാണ്ടിരിക്കാനും പറ്റില്ല. നമ്മളതിൽ കൊണ്ട് ചെടി വേറെ ഫ്രണ്ടിൽ കൊണ്ടുവച്ച് അതിൽ ചെടി നടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഒരു മോശമാണല്ലോ. കാരണം എന്താ അറിയോ, അങ്ങനെ ചെയ്യാനും പറ്റില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം അവർ ന്യൂട്രീഷൻ കാർഡിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ആ കുറേ സാധനങ്ങളൊക്കെ തന്നു. ഇപ്പോൾ നമ്മൾ നട്ടിരിക്കുന്ന തക്കാളി ഇതൊക്കെ ആണെങ്കിലും ബ്ലോക്കിൽ നിന്ന് ഇൻസ്പെക്ഷൻ ഉണ്ടായിരുന്നു. അതായത് ഒരു ദിവസം വിളിച്ചു അവർ, നിങ്ങൾക്ക് ന്യൂട്രീഷൻ കാർഡിൻ്റെ ഇത് തന്നിട്ടുണ്ട്, നമ്മൾ സൈറ്റ് വിസിറ്റിന് വരുന്നതെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ സൈറ്റ് വിസിറ്റ് സത്യത്തിൽ നമ്മൾക്കിപ്പോൾ ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ അത് കാണാനും ഉണ്ടായിരുന്നു. അവർ ഫോട്ടോ എടുത്ത് റിപ്പോർട്ടൊക്കെ എഴുതിയിട്ടാണ് പോയത്. അപ്പോൾ ചിലവരൊക്കെ ഈ പറഞ്ഞ മാതിരി കുറേ ഇപ്പം ഞാൻ അറിയുന്ന തന്നെ ഉണ്ട്. ഇപ്പം നമ്മളതിൽ നിന്ന് അന്ന് നല്ല മഴയായിരുന്നു. അതായത് ആഗ്രഹം ഉണ്ടാവും അവർക്ക് നന്നായി ചെയ്യണം എന്നൊക്കെ. പക്ഷെ അന്ന് ആ മഴയത്തൊക്കെ ഒരുപാട് സാധനങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ ഉള്ളവർക്കൊക്കെ ചിലപ്പോൾ നന്നായി കിട്ടിയിട്ടുണ്ടാവില്ല, പിടിച്ച് കിട്ടുമോ അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അവരുടെയൊക്കെ ചിലപ്പോൾ പോയി കാണും. അപ്പോൾ അങ്ങനെയൊക്കെ ഇപ്പോൾ അവർ റിപ്പോർട്ട് എഴുതാനും ഇങ്ങനെ സൈറ്റ് വിസിറ്റ് ചെയ്യാനൊക്കെ വരുമ്പോൾ ഒന്നും ഇല്ലാതാവാന്ന് പറയുമ്പോൾ അപ്പോൾ അത് നമ്മളെ തൂക്കിക്കൊല്ലണ കേസൊന്നുമല്ല. എന്നാലും പിന്നെ നമുക്ക് പിന്നെ അവർ തരാനായിട്ട് ഇപ്പോൾ അവരെന്തായാലും ഒരു നോട്ട് ചെയ്ത് വെക്കുമല്ലോ. പിന്നെ അവർക്ക് നമ്മൾക്ക് ഓരോ സാധനങ്ങൾ തരാനായിട്ടുള്ള ഒരു ചാൻസ് കുറയല്ലേ ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മളത് എനിക്ക് തോന്നുന്നു, കാരണം റിപ്പോർട്ടൊക്കെ എഴുതി പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ എന്നെ തിരിച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് വേറൊരു സ്കീമുണ്ട്, ഒരു എന്താ പറയുക
എന്തായിരുന്നു കുറ്റിക്കുരുമുളക് എൻ്റെ ഒരു സ്കീമുണ്ട്, ഒരു 25 ബാഗ് എങ്ങാണ്ടാന്ന് തോന്നുന്നുണ്ട്. അങ്ങനത്തെ ഉണ്ട്, ഭയങ്കര നല്ല സബ്സിഡിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. നിങ്ങൾ എന്താണ് എന്താ പറയുക ഇൻട്രസ്റ്റഡ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് കൃഷിഭവനിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, മാഡം വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നല്ല രീതിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ചെയ്യുന്നുണ്ടെന്ന് അവർ അറിയുകയാണെങ്കിൽ വീണ്ടും അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ റെഡിയാണ്. കാരണം ഒന്നും ചെയ്യാതെ വെറുതെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന ആൾക്കാരെ അവർ അതിനേക്കാളും ബെറ്റർ ആണല്ലോ. എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാവുമ്പോൾ നമ്മൾ അവർ എന്തായാലും സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ ഉണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ അവർ ചെക്കിങ്ങിനും കാര്യങ്ങളൊക്കെ വരും, അതുപോലെ ബൊക്കാഷിക്കും ചെക്കിങ്ങിന് വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അറിയില്ല, അന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മീറ്റിങ്ങിൽ. അപ്പോൾ ഇന്ന് ഉച്ചവരെയുള്ള പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ, ക്ഷീണിച്ചു. അപ്പോൾ നമ്മളുടെ മീനുകൾക്ക് രാവിലെ ഫുഡ് കൊടുത്തിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, രാവിലെ തക്കാളിയൊക്കെ പറിച്ച് അങ്ങനെ തന്നെ പോയി, പിന്നെ അത് കൊടുത്തിട്ടില്ല. അപ്പോൾ അവരുടെ ഫുഡൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ നമ്മൾ ഇന്നത്തെ ഉച്ചവരെയൊക്കെയുള്ള പണി അവസാനിപ്പിക്കുകയാണ്. ഇനി ഉച്ച തിരിഞ്ഞൊരു വലിയ പണിയുണ്ട്, അത് ചെയ്തിട്ട് അതിൻ്റെ വീഡിയോ വേറെ ഇടാം. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്ന് ശനിയാഴ്ച ഒരു അര ദിവസത്തെ നമ്മളുടെ പരിപാടികൾ. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മളുടെ ഇന്നത്തെ വീഡിയോ? അപ്പോൾ നമ്മളുടെ എന്താ പറയുക കാബേജ് കോളിഫ്ലവറിനെയൊക്കെ ഒന്ന് എത്തി നോക്കാൻ പോയതാട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ നല്ല സുന്ദരന്മാരും സുന്ദരികളായൊക്കെ നിൽക്കണ കാണുമ്പോൾ നമുക്കിങ്ങനെ എന്നാലും ഇങ്ങനെ നോക്കും, ചിലപ്പോൾ പുഴുവൊക്കെ വരുന്നുണ്ടേ, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. നന്ദി, നമസ്കാരം.